നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പോർട്ടിംഗ് അക്കാഡമിയിലുണ്ടായിരുന്ന സമയത്ത് വിശപ്പ് സഹിക്കാനാവാതെ മാക്ഡൊണാൾഡ്സിന് മുമ്പിൽ ചുറ്റിത്തിരിയുകയും അതിൻ്റെ പുറകിലൂടെ തനിക്ക് കുറച്ച് വിശപ്പടക്കാൻ ബർഗറുകൾ തന്നിരുന്ന സ്ത്രീകളെക്കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കൽ പറയുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട് അധികം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുന്നൊരു സ്റ്റോറി ആയിരിക്കും അതൊരിക്കൽ PS മോർഗനുമായിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ടൂറിനിൽ വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അത് പറയുകയുണ്ടായി. തന്നെ വിശപ്പിൻ്റെ സമയത്ത് സഹായിച്ച ആ രണ്ട് സ്ത്രീകളെക്കുറിച്ച്. അവരാരാണ് എന്നറിയാൻ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകത്തിന് വലിയ ആഗ്രഹമുണ്ടാകും. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ PS മോർഗനുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിലൊരാളെ കണ്ടുമുട്ടിയ സംഭവവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് താൻ ചില കാര്യങ്ങൾ ചെയ്യുമെന്നും പറയുന്നുണ്ട്. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അത് അതിമനോഹരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഈ PS മോർഗനും ക്രിസ്ത്യാനോയും തമ്മിലുള്ള ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ അത് ഫുട്ബോൾ പ്രേമികൾ കണ്ടിരിക്കേണ്ട ഒന്നാണ്. അത് ക്രിസ്ത്യാനോ ഫാൻസ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അവർ മാത്രമല്ല, എങ്ങനെ ആണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ക്രിസ്ത്യാനോ എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഈ വിഷയം ചോദിക്കുകയാണ് PS മോർഗൻ. നമ്മളൊന്ന് കേട്ടു നോക്കാം. The first interview we did in Turin, when you were at Juventus, and you revealed a story which was really extraordinary, that when you were like 13, you were so hungry at the Sporting Lisbon Academy that you and a friend you go to a local McDonald's and you would hang around the back and two ladies in the McDonald's would give you free burgers, and you were so grateful to them because you were so hungry, literally hungry. And we tried everything after that to find them, and then I hear that you were walking through an airport and you randomly recently you randomly bumped into one of them. Tell me about that. Well, it was a funny. യെസ്, അപ്പോൾ അത് PS മോർഗൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ സംഭവം. അന്ന് നമ്മൾ ടൂറിനിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, സ്പോർട്ടിംഗ് അക്കാഡമിയിൽ നിങ്ങളുള്ള സമയത്ത് വലിയ വിശപ്പൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് മാക്ഡൊണാൾഡ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഹാങ് അറൗണ്ട് ചെയ്യുമ്പോൾ അവിടുന്ന് രണ്ട് സ്ത്രീകൾ നിങ്ങൾക്ക് വിശപ്പടക്കാൻ വേണ്ടി ബർഗർ തന്ന കഥ. അന്ന് മുതൽ നമ്മൾ ആ സ്ത്രീകളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കേട്ടു നിങ്ങൾ എയർപോർട്ടിലൂടെ നടക്കുമ്പോൾ അതിലൊരാളെ കണ്ടെന്ന്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന് ക്രിസ്ത്യാനോ വളരെ മനോഹരമായിട്ടൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഒരു ഫൺ സ്റ്റോറിയാണെന്ന് പറയുന്നു. റിയാദിൽ നിന്ന് ലിസ്ബണിലേക്ക് പോവുകയായിരുന്നു. Cristiano, look what I see here. And I look at, you know, when you see some person and you recognize straight away, even 20 years after. And I was with my kids and with Gio and everyone. And I give a big hug to the girl. And even my kids say, Daddy, what you do? And also Gio look at me. And I tell them the story. And it was like a moment that I feel like, wow, the life is a box of surprises. You never expect this moment, and it was good. And I spoke with my friends. We already know who is the people. വല്ലാത്തൊരു മൊമെൻ്റാണ് അല്ലേ? കേട്ട നിനക്കെന്ത് തോന്നി? അതായത് ക്രിസ്ത്യാനോ റിയാദിൽ നിന്ന് ലിസ്ബണിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പം ഒരു പ്രൈവറ്റ് ഏരിയയിൽ വെച്ച് കൂടെ ഉള്ള ഫ്രണ്ട് പറഞ്ഞു, ലുക്ക് ക്രിസ്ത്യാനോ എന്താണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഒരാളിങ്ങനെ നടന്നു വരുന്നത്. ക്രിസ്ത്യാനോ അത്ഭുതപ്പെട്ടു പോവുകയും ക്രിസ്ത്യാനോ എഴുന്നേറ്റ് ചെന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുകയുമാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനോയിൽ പറയുന്നൊരു വാക്കുണ്ട്, ഒരാളെ 10-20 കൊല്ലത്തിന് ശേഷം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ചില മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിലങ്ങ് പതിയും. അവരെ നമ്മൾ എത്ര കാലത്തിന് ശേഷം കണ്ടാലും എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ വന്നാലും നമ്മൾ തിരിച്ചറിയും. അതൊരു വല്ലാത്ത മൊമെൻ്റാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞു, ക്രിസ്ത്യാനോ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ക്രിസ്ത്യാനോയുടെ മക്കൾ കൂടെയുണ്ട്, ജോർജീനയുണ്ട്. മക്കൾ, ഡാഡി വാട്ട് ആർ ഡൂയിങ്, എന്താ നിങ്ങൾ ചെയ്യുന്ന? ഒരു സ്ത്രീയെ പെട്ടെന്ന് കയറി
ക്രിസ്ത്യാനോ അവർക്ക് അറിയില്ലല്ലോ ഇത് ആരാണെന്ന്, കെട്ടിപ്പിടിക്കുന്നു. അവരൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നു. ജോർജീനയും ഇത് അത്ഭുതപ്പെട്ട് നോക്കുന്നു. ക്രിസ്ത്യാനോ അപ്പോൾ അവരോട് വിശദീകരിക്കുകയാണ് ഈ ഒരു കഥ. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എന്ന് പറയുന്ന അദ്ദേഹം ഒരു വാക്ക് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ലൈഫ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ബോക്സ് ഓഫ് സർപ്രൈസ്, അതാണ് ലൈഫിൻ്റെ ഒരു പ്രത്യേകത. ഏത് മൊമെൻറ്റിൽ എപ്പോൾ അല്ലേ, അത് ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ് CR7 വിശദീകരിക്കുന്നത്. ഇനി അദ്ദേഹം വീണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. 100%. And pretty soon I will do something special. I promise. When I say something, I try to promise. And I will do it 100%. And one of the persons was that girl. That's which amazing. is we already have their What did she number. say when she saw you? Did she know this? She was a little bit on shock because she never expect that I will recognize her. In the same way, when she saw me, she says, Cristiano, maybe she not gonna not even speak with me. Did she realize you had been that boy who then... Yes. She did. And she tell me one thing. She say, Cristiano, you never imagine. Every time that you come to Portugal, I know because I work behind the scenes and I plan to come in here to receive you, just to see you, and they always make me a part. And this moment, because one of the person that didn't come, I replace. This is why I come. And I was so happy. I said, listen, this is the life. The life is brilliant because of that, and it's all about moments, chapters, and everything. And I said to my friends to keep our number, and we're gonna do it something. When I'm gonna have time, I'm gonna do it something beautiful and special for that people who helped me in that period. Amazing story. യെസ്, അമേസിങ് സ്റ്റോറി. അതാണ് പിയേഴ്സ് മോർഗൻ പറഞ്ഞ തന്നെയാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും പറയാനുണ്ടാവുക. വല്ലാത്തൊരു അനുഭവമാണത്. CR7 ഇവിടെ കൃത്യമായിട്ട് തന്നെ പ്രോമിസ് ചെയ്യുന്നു അവർക്ക് വേണ്ടി സംതിങ് സ്പെഷ്യലായിട്ടുള്ള ചെയ്യും. അവരുടെ നമ്പർ സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും തന്നെ ആ സമയത്ത് സഹായിച്ച ആളുകൾക്ക് വേണ്ടി സംതിങ് സ്പെഷ്യൽ ചെയ്യുമെന്ന് CR7 വാക്കാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.